ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ക്രൈസ്തവർ തന്നെയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ പ്രാക്ടിക്കലി ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായി. ക്രിസ്ത്യാനികൾക്ക് മതമർദ്ദനങ്ങൾ ഉണ്ടാകും, എങ്കിലും ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. നമസ്കാരം. ഷാലോം ടിവിയുടെ വോയിസ് ഓഫ് ദി ചർച്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സീറോ മലബാർ സഭയുടെ പണ്ഡിത ശ്രേഷ്ഠനും ഉജ്ജ്വല സംഘാടന പാടവവുമുള്ള തൃശ്ശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. അഖിലേന്ത്യാ മെത്രാൻ സമിതിയായ CBCIയുടെ പ്രസിഡന്റാണ് അഭിവന്ദ്യ താഴത്ത് പിതാവ്. ഇന്ത്യയിലെ തന്നെ 174 രൂപതകളുടെ ആ രൂപതകളിലുള്ള 2.5 കോടിയോളം ജനങ്ങളുടെ നേതാവാണ് നമ്മോടൊപ്പമുള്ളത്. തൃശ്ശൂർ അതിരൂപതയിൽ 46 വർഷത്തെ വൈദിക സേവനം, 2 പതിറ്റാണ്ടോളം നീണ്ട മെത്രാൻ എന്ന രീതിയിലുള്ള ശുശ്രൂഷ, 1.5 വ്യാഴ വട്ടക്കാലത്തോളം മെത്രാപോലിത്തിയായി ശുശ്രൂഷ ചെയ്തു. KCBCയുടെ വിദ്യാഭ്യാസ കമ്മീഷന്റെയും സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെയും അധ്യക്ഷനായിരുന്നു. അതിനൊക്കെ നേതൃത്വം നൽകി സഭയെയും സമൂഹത്തെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അനുഭവജ്ഞാനമുള്ള ദൈവാനുഗ്രഹമുള്ള പിതാവാണ് നമ്മോടൊപ്പമുള്ളത്. പിതാവെ, വോയിസ് ഓഫ് ചർച്ച് പ്രോഗ്രാമിലേക്ക് പിതാവിന് സ്വാഗതം. പിതാവ് ഒരുപാട് അനുഭവജ്ഞാനങ്ങളിൽ നിന്നും ഒക്കെയായിട്ട് നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുകയാണ്, പങ്കുവയ്ക്കുകയാണ്. പിതാവ്, ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കത്തോലിക്കരും വളരെ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണത്. നമ്മുടെ അഭിവന്ദ്യ പരമോന്നത സഭാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ വർഷം ഇന്ത്യ സന്ദർശിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിസ് മാർപ്പാപ്പയെ ക്ഷണിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. CBCI പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം പിതാവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പുരോഗതി എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊന്ന് വിശദീകരിക്കാമോ? ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ ഭാരതം, പ്രത്യേകിച്ച് ഭാരതത്തിലെ കത്തോലിക്കർ വളരെ ആഗ്രഹിക്കുന്ന, പ്രതീക്ഷിക്കുന്ന ഒന്നാണ് കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ, അതും വളരെ പോപ്പുലറായിട്ടുള്ള മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് വരിക എന്നുള്ളത്. ഇന്ത്യയിലെ കത്തോലിക്കാ സഭ മാർപ്പാപ്പയുടെ വരവിന് വേണ്ടി ക്ഷണിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എനിക്ക് മുമ്പുള്ള CBCI പ്രസിഡന്റുമാർ കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, കാർഡിനൽ ക്ലീമിസ് തുടങ്ങിയവരൊക്കെ ക്ഷണിച്ച് വിവരം അറിയാം. ഞാൻ നേരത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു, അപ്പോഴും ഞങ്ങളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണ നേതൃത്വത്തെ, അന്നത്തെ പ്രധാനമന്ത്രിമാരെ, പ്രസിഡന്റുമാരെ ഒക്കെ കണ്ട് ഈ നിവേദനങ്ങൾ ക്ഷണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുമ്പ് കാർഡിനൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ് മാർപ്പാപ്പയെ ക്ഷണിക്കുകയും മാർപ്പാപ്പയോട് ഇന്ത്യയിലേക്ക് വരാനായിട്ടുള്ള ഇന്ത്യൻ സഭയുടെ ആഗ്രഹം പറഞ്ഞു. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടും പറയുകയുണ്ടായി. എന്നാൽ അത് നടപ്പിലായില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് 2019 ഞങ്ങൾക്ക് സീറോ മലബാർ സഭയുടെ ആദിലിമന വിസിറ്റ്, മാർപ്പാപ്പയുടെ സന്ദർശനം വന്നപ്പോൾ ഞാൻ തന്നെയാണ് മാർപ്പാപ്പയോട് ചോദിച്ചത് ഇന്ത്യയിലേക്ക് വരുമോ എന്നുള്ളത്. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് പറഞ്ഞ് ഇതിലേക്ക് വരാനുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു. പിന്നെ അത് ഇന്ത്യയുടെ ഭരണ നേതൃത്വം, പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും ഒക്കെ ക്ഷണിക്കിച്ച് അതെല്ലാം കൂടി ആകുമ്പോൾ റെഡിയാകാമെന്ന് പറഞ്ഞത്. ഇതിനിടയ്ക്ക് ഞാൻ CBCI പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോൾ എൻ്റെ മുൻഗാമികളുടെ അതേ അപേക്ഷ തന്നെ ആദ്യമായിട്ട് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ, ശ്രീ നരേന്ദ്രമോദിജിയെ കണ്ടപ്പോൾ പറഞ്ഞത് ഞങ്ങളുടെ ഇന്ത്യൻ സഭയുടെ ഏറ്റവും വലിയ ആഗ്രഹം മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പറഞ്ഞത്, ഞാൻ മാർപ്പാപ്പയെ നേരിട്ട് കണ്ടപ്പോൾ മാർപ്പാപ്പയെ ക്ഷണിച്ചിട്ടുണ്ട്, അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞത് ഇപ്പോൾ ഞങ്ങളുടെ G20 മീറ്റിങ്ങുകളാണ് ഇപ്പോൾ അതിൽ നടക്കുന്നത്, അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർപ്പാപ്പയെ ഇന്ത്യക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് പ്രധാനമന്ത്രി എന്നോട് പറഞ്ഞു. ആ വിവരം ഇന്ത്യയിലെ മെത്രാന്മാരെ, പ്രത്യേകിച്ചും ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഞാൻ അതേക്കുറിച്ച് മാർപ്പാപ്പയ്ക്ക് ഇന്ത്യൻ സഭയുടെ പേരിൽ കത്തെഴുതിയിട്ടുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വഴി ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയോടും ഞാൻ ഇത് രേഖാമൂലം എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2023 നടന്നില്ലെങ്കിൽ 24 വരാനായിട്ടുള്ള ശ്രമങ്ങൾ, പ്രത്യേകിച്ച്
G20 മീറ്റിംഗ് ആണ് പ്രധാനമന്ത്രിക്ക്. അത് കഴിഞ്ഞിട്ട് ശ്രമിക്കാവുന്ന ഒരു വാക്ക് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അപ്പോൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഇടയിലുള്ളൊരു ഭയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യമാണ്. അതുകൊണ്ട് ആരോഗ്യത്തോടു കൂടി വരാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും പ്രതീക്ഷയും. പിതാവേ, വചനപ്രഘോഷണം മാത്രമല്ല, വിശ്വാസ സംരക്ഷണം പോലും പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്. ഈ അവസരത്തിൽ എന്താണ് പിതാവിന് അതേക്കുറിച്ച് പറയാനുള്ളത്? ഫ്രാങ്കോയുടെ ചോദ്യം പ്രധാനമായിട്ടും ക്രൈസ്തവ സഭ, ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ ഭാരതത്തിൽ, കേരളത്തിൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ? ഞാൻ മനസ്സിലാക്കുന്നത് ശരിയല്ലേ? അതെ. എനിക്ക് ഷാലോൺ TV ആയതുകൊണ്ട് പറയാനുള്ളത്, യേശു ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കാൻ മത്തായി 28:19-20 പറഞ്ഞു. അന്ന് മുതൽ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പറഞ്ഞു തുടങ്ങി. പക്ഷേ യേശു വാഗ്ദാനം ചെയ്ത് എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കും, മത്തായി 16:24, സ്വയം പരിത്യജിക്കണം, അനുസരിച്ച് കുരിശെടുക്കണം, പിന്നെ എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ ക്രിസ്തു ഈ സുവിശേഷ പ്രഘോഷണം നടത്തുമ്പോൾ തന്നെ പീഡനങ്ങൾ ഉണ്ടാകും എന്ന് ക്രിസ്തു പറഞ്ഞത്, അത് ചരിത്രത്തിൽ ആദിമ നൂറ്റാണ്ടുകളിൽ മതമർദ്ദനം തന്നെയായിരുന്നു. ഇന്നും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ക്രൈസ്തവർ തന്നെയാണ്. ആ പീഡിപ്പിക്കുന്ന വിധങ്ങൾ പലതാണ്. അത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, നേരത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ, മറ്റു പല രാജ്യങ്ങളിലും മതമർദ്ദനം അല്ലെങ്കിൽ ഒരു തരത്തിലല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ സ്ഥിതി, കേരളത്തിൻ്റെ സ്ഥിതിയാണ് ചോദിക്കുന്നതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ക്രിസ്ത്യാനികൾ ഈ അടുത്ത കാലത്തായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ടോ എന്നൊരു ചോദ്യത്തിന് അത് മുഴുവനും ശരിയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, മതമർദ്ദനങ്ങൾ, അപ്പോൾ ഇതൊരു സാധാരണ സംഭവമാണ്. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ തന്നെ അതിൻ്റെ രീതികൾ വ്യത്യസ്തരാണ്. നേരത്തെ കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് പ്രാക്ടിക്കലി കാര്യമായിട്ടുള്ള ഒരു പീഡനം, മതമർദ്ദനം ഉണ്ടായില്ല. ഇവിടെ ഒരു മതസൗഹാർദ്ദത്തോടെ നൂറ്റാണ്ടുകൾ ജീവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഇതുപോലെയല്ല നോർത്ത് ഇന്ത്യയിൽ. പക്ഷേ ഇപ്പോൾ കുറേ നാളുകളായിട്ട് എൻ്റെയും കൂടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിലും ഇപ്പോൾ പലതരത്തിലുള്ള പീഡനങ്ങൾ, അത് വളരെ പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് ക്രിസ്ത്യാനികൾ ഇല്ലാതാകാൻ, അതിൽ ഫ്രാങ്കോയോട് വളരെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന, ഞാനടക്കം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ എൻ്റെ ജോലിയുടെ ഭാഗമായി കേരളത്തിലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ അടികോടെന്ന് പറയില്ലേ, ക്രൈസ്തവ സഭയെ വിഭജിക്കാൻ, ഉള്ളിൽ നിന്ന് എതിർക്കാൻ, മറ്റുള്ളവർ നമ്മുടെ ഉള്ളിലുള്ളവരെ ഉപയോഗിച്ച് സഭയെ തകർക്കലാണ്. പിന്നെ വേറെ ഒന്നുള്ളത്, ഈ ഒരു സാഹചര്യങ്ങൾ, ക്ലൈമറ്റ്, കോവിഡ് വന്നപ്പോഴത്തെ ഒരു പ്രശ്നം, അങ്ങനെ പിന്നെ ഇവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതി, രാഷ്ട്രീയ വ്യവസ്ഥിതി, പല രാഷ്ട്രീയ വ്യവസ്ഥകൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ചിന്താഗതിയുള്ള രാഷ്ട്രങ്ങളുണ്ട്, ഭാരതത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് മതമർദ്ദനങ്ങൾ ഉണ്ടാകും, എങ്കിലും ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ പ്രശ്നങ്ങളും ഉണ്ട്. അത് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ട്, പല വർഗീയ ശക്തികളിൽ നിന്നുണ്ട്, നിരീശ്വര ശക്തികളിൽ നിന്നുണ്ട്, മൗലികവാദികളിൽ നിന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെയുണ്ട്. എങ്കിലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരെ ഭയപ്പെടണം? ആദിമകാലം മുതൽ ഇത്തരത്തിലുള്ള വെല്ലുവിളിയെ നേരിട്ടുകൊണ്ടാണ് സഭ മുന്നോട്ട് പോയിട്ടുള്ളത്. അത് നേരിട്ടുകൊണ്ട് തന്നെ അതിനുള്ള ധൈര്യവും അതിനുള്ള ശക്തിയും എല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നുവെന്നാണ് പിതാവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിദ്യാഭ്യാസപരമായി, ആതുര സേവന രംഗത്തും ഒക്കെ നമ്മൾ ഒരുപാട് സമൂഹത്തിന് സേവനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ സഭ വിദ്യാഭ്യാസ മേഖലകളിലും സാമൂഹ്യ മേഖലയിലും ഒക്കെ ഇപ്പോൾ വളരെ പിന്നോക്കാവസ്ഥയിലും കൂടിയാണ്. സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും പിന്നോക്കാവസ്ഥയിലാണ്. ഇക്കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടി പിതാവ് അടക്കമുള്ള സഭാധ്യക്ഷന്മാർ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സർക്കാർ അതിനെ തുടർന്ന് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ നിയമിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ച് പിതാവ് ഒന്ന് വിശദീകരിക്കാമോ? ഇന്ത്യയിൽ എല്ലാ സമുദായങ്ങളെയും മുന്നോക്ക വിഭാഗത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ വളർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുള്ള യൂറോപ്യൻ മിഷണറിമാരെ, സീറോ മലബാർ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യാനികളെ മിഷണറിമാരെ ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും നന്ദിയോടെ ഓർക്കണം. പക്ഷേ ഇതൊക്കെ മറക്കുന്ന ഒരു കൾച്ചറിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വേദനയുണ്ട്.
ഏത് കുഗ്രാമത്തിൽ പോലും, കാരണം വെറും 1.5%, 2% മാത്രമുള്ള കത്തോലിക്കരാണ് ഇന്ത്യയിലെ 18% പ്രൈമറി സ്കൂളുകൾ വില്ലേജിൽ പോയിട്ട് ഒരാളില്ലാതെ അവർ വളർത്തിക്കൊണ്ടുവന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ കേരളത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ, സ്ത്രീകൾക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്നപ്പോൾ ചാവറയച്ചൻ്റെ കൽപ്പനയും കൂടി ഓർക്കണം. പള്ളിയോടൊപ്പം പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ട് എല്ലാവരെയും, ഇന്ന് ഇപ്പോൾ സ്ത്രീകളെ ഏറ്റവും മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് പല താഴ്ന്ന ജാതി എന്ന് ഞാൻ പറയാൻ പാടില്ല, എങ്കിലും ജാതി വ്യവസ്ഥയിൽ അവരെ എല്ലാവരും കൊണ്ടുവന്ന് ക്രൈസ്തവരാണ്. പക്ഷേ നവോത്ഥാന കാലഘട്ടത്തിൽ ഇപ്പോൾ ക്രൈസ്തവരുടെ പേര് പറയാൻ മടിയാണ്. ചരിത്രം അംഗീകരിക്കാൻ മടിയുള്ളൊരു സംസ്കാരം വന്നു. ഓരോ വർഷം കഴിയും തോറും ക്രൈസ്തവർ ചെയ്തിട്ടുള്ള സംഭാവനകൾ തമസ്കരിക്കുക മാത്രമല്ല, ഇന്ന് ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ പലതും പ്രതിസന്ധികളിലാണ്. ക്രൈസ്തവർ സ്ഥാപനങ്ങൾ നടത്തുന്നത് ക്രൈസ്തവരുടെ പ്രവർത്തന മേഖല ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്താണ്. ഇന്ന് വളരെയേറെ സ്ഥാപനങ്ങളുണ്ട്, പക്ഷേ പലയിടത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും പ്രതിസന്ധികൾ തന്നെയാണ്. രണ്ടാമത്തേത് ഈ ആതുര ശുശ്രൂഷ മേഖലയാണ്. ഇപ്പോൾ തൃശ്ശൂരിന് 2 മെഡിക്കൽ കോളേജുണ്ട്, പക്ഷെ എല്ലാ ദിവസവും പുതിയ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തേത് സാമൂഹ്യ സേവനമാണ്. സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരെ, പ്രത്യേകിച്ച് ജീവിക്കാൻ മാർഗമില്ലാത്തവരെ, സാമൂഹികമായി അധസ്ഥിതരായിട്ടുള്ളവരെ, അങ്ങനെ എല്ലാവരും ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജോലി കൊടുക്കാൻ, അതുപോലെ തന്നെ അവരെ സാംസ്കാരികമായി വളർത്താൻ. ഫ്രാങ്കോ മുദ്ര ഈ പത്രത്തിലായിരുന്നു. ഏറ്റവും ആദ്യം പത്രങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? സാംസ്കാരിക മേഖലയിൽ നാടകങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? പള്ളിയുടെ അടുത്ത് തന്നെയാണ്. ഇങ്ങനെ പല മേഖലകളും വന്നിട്ടുള്ളെങ്കിലും ഇന്ന് അതൊക്കെ പിന്നോക്കം പോയിരിക്കുകയാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തൃശ്ശൂരിലെ ബാങ്കുകളും കുറിക്കമ്പനികൾ വഴി, പിന്നെ അതുപോലെ തന്നെ കച്ചവടത്തിലും ഏറ്റവും മുന്നിൽ നിന്നത് തൃശ്ശൂരാണ്. എൻ്റെ ചെറുപ്പകാലത്ത് തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ മുന്നിൽ നിന്നിരുന്നത് കച്ചവടത്തിൽ ക്രിസ്ത്യാനികളാണ്. ഇവിടുന്ന് തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോയത്. അതിനേക്കാൾ അപ്പുറത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചത് ഹൈറേഞ്ചിലേക്ക് കുടിയേറിയത്, കാർഷിക രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് സുറിയാനി കത്തോലിക്കർ ക്രിസ്ത്യാനികളാണ്. തീരദേശത്ത് ലത്തീൻ കത്തോലിക്കരാണെങ്കിൽ ഇവിടെ മലയോര മേഖലയിലെ സുറിയാനി കത്തോലിക്കരാണ്. ഇന്ന് കാർഷിക മേഖല തകർന്ന് തരിപ്പണമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും അധികം പിന്നോക്കം പോയിട്ടുള്ളത് അതിൽ മുന്നിൽ നിന്നിരുന്ന കത്തോലിക്കരാണ്. വ്യവസായ രംഗത്ത് കേരളം തുടങ്ങി വെച്ചിട്ടുള്ള ഒന്നുമില്ല. പിന്നെ വാണിജ്യ രംഗത്ത് തൃശ്ശൂർ ഇന്ന് ആരും ഒരു വലിയ വ്യവസായി അല്ലെങ്കിൽ വാണിജ്യ പ്രമുഖൻ എന്ന് പറയാൻ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ വെല്ലുവിളിക്കുക തന്നെയാണ്. മെഡിക്കൽ കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകളൊക്കെ പുതിയ നിയമം ഉണ്ടാക്കി. സ്വാശ്രയ നിയമം തകർത്ത് തരിപ്പണാക്കാണ്ട് അതിൻ്റെ തുടക്കത്തിൽ 2006-2007 മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആൾ തന്നെയാണ്. നമ്മളെ ഈ കേരളമാണ് വിദ്യാഭ്യാസ രംഗത്ത്, ആതുര ശുശ്രൂഷ രംഗത്തും മറ്റു രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരെ മുഴുവൻ ആകർഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ടൂറിസവും ഹെൽത്ത് ടൂറിസവും അടക്കം വളർത്തിക്കൊണ്ടുവരാൻ. പക്ഷേ അതിൻ്റെ തെറ്റായ നയങ്ങളിൽ ഉണ്ടായതുകൊണ്ട് കേരളത്തിൽ ഇതൊന്നും വളർന്നില്ല. ഇപ്പോൾ തളർത്താൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ ഞാൻ വെല്ലുവിളിക്കുന്നു പറഞ്ഞ കാര്യം ഫ്രാങ്കോട് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചെയർമാനായിട്ടുള്ള മെഡിക്കൽ കോളേജ്, തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജ്, ഇപ്പോൾ CBCI കാരണം സെൻറ്റ് ജോൺസ് ഉണ്ട്, മെറിറ്റിലല്ലാതെ ഏതെങ്കിലും കുട്ടീനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. ക്യാപിറ്റേഷൻ ഫീസ് മേടിച്ചിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇന്ന് നേഴ്സുമാർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നത് ജൂബിലിയാണ്. കാരണം കൂടുതൽ നേഴ്സുമാരുള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട രോഗികൾ ചികിത്സിക്കുന്നതും അവിടെ തന്നെയാണ്. ചെലവ് കുറഞ്ഞ്, അതായത് റേറ്റ് കുറഞ്ഞ്, ശമ്പളം കൂടുതലും റേറ്റ് കുറവും. പക്ഷേ ഇന്ന് ഇപ്പോൾ എല്ലാവരും സമരം ആദ്യം ആഗ്രഹിക്കുന്നത് ജൂബിലിയിലാണ്. ഇതൊക്കെ വളരെ പ്ലാൻഡാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ സമരം തുടങ്ങിയാൽ മറ്റുള്ളവർക്ക് എത്തിക്കാമെന്ന് മാത്രമല്ല, ഈ സ്ഥാപനത്തെ തകർക്കാനുള്ള നിഗൂഢ ലക്ഷ്യങ്ങൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ പലരും അറിയുന്നില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അറിയാം. വെല്ലുവിളിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പോൾ എയ്ഡഡ് സ്ഥാപനങ്ങൾ അടക്കം പ്രതിസന്ധി ചെയ്ത അൺഎയ്ഡഡ് എല്ലാം അടച്ചു പൂട്ടേണ്ടി വന്നു. സാമൂഹിക സേവന രംഗം ജെ ആക്ട് വന്നതിന് ശേഷം കേരളത്തിൽ ഏകദേശം 134 ഓർഫനേജുകൾ പൂട്ടേണ്ടി വന്നു. എന്നാൽ മറ്റു പലർക്കും ഇല്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ചോദ്യം ഉണ്ടല്ലോ, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രശ്നമുണ്ട്. ഏറ്റവും സമൂഹത്തിന്
രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്ത ഈ സമൂഹം ഇന്ന് പിന്തള്ളപ്പെടുക മാത്രമല്ല, പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്. പിന്നെ നമ്മൾ ഈ വയലൻ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങളില്ലാത്തതുകൊണ്ട് സഹിക്കാമെന്നുള്ളത് നമ്മുടെ ഒരു ശൈലി ആയതുകൊണ്ട്, പ്രശ്നങ്ങളില്ലാതിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നു. പക്ഷേ എല്ലാം അധോഗതിയിലേക്കാണ് പോണത്. അതിൻ്റെ കാരണങ്ങൾ മറ്റു പല കമ്മ്യൂണിറ്റികൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ചില ശക്തികൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ അതിനെ നിയോഗിക്കാനായിട്ട് ചില കാരണങ്ങളുണ്ടായിരുന്നു. നമ്മൾ പിതാവടക്കമുള്ള സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ അത് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് ഇങ്ങനെ അതേക്കുറിച്ച് പഠിക്കാൻ സർക്കാർ JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. അതിൻ്റെ റിപ്പോർട്ട് അടുത്ത അത് ശരിയാണ്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, ഞാൻ പറയാൻ പറഞ്ഞത് JB കമ്മീഷൻ വെച്ചപ്പോൾ ഇവിടുന്ന് തന്നെ കേരളത്തിലത്തെ ക്രിസ്ത്യാനികൾ, എല്ലാ ക്രിസ്ത്യാനികളും, വളരെ പ്രത്യേകിച്ച് സുറിയാനി കത്തോലിക്കരും നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചൂണ്ടിക്കാണിച്ചു. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അവകാശങ്ങൾ കൊടുത്തിട്ടുള്ള രാഷ്ട്രമാണ് ഭാരതം. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മുഴുവൻ പ്രാക്ടിക്കലി ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായി. ഇപ്പോൾ ഈ ന്യൂനപക്ഷ അവകാശങ്ങൾ 80:20 എന്നുള്ള ഒരു റേഷ്യോ വന്നു. 80% ഒരു പ്രബല സമുദായത്തിനും മറ്റുള്ള എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും കൂടി 20%. ഇത് പറയുന്നത് ഒരു MLA അറിഞ്ഞില്ല എന്നാണ്. നിയമങ്ങളുണ്ടായിട്ട് വർഷങ്ങളായി, അത് നടപ്പിലാക്കിയിട്ടും വർഷങ്ങളായി, ആരും അറിഞ്ഞില്ല. കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ മാത്രമേ ഇവർ അറിഞ്ഞുള്ളൂ. എന്നാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ന്യൂനപക്ഷത്തിന് മാത്രം? ഇപ്പോൾ തൃശ്ശൂർ സർവേകൾ നടത്തി. ഇവിടെ 10-20% ഞങ്ങളുടെ ഈ ഏരിയയിൽ സർക്കാർ ജോലി നോക്കിയപ്പോൾ പല ഇടവുകളിലും 1% അല്ലെങ്കിൽ മാക്സിമം 1.5%. സാമ്പത്തിക സ്ഥിതികളെക്കുറിച്ചുള്ള സർവേ നടത്തി. വീട്, സ്ഥലം, പിന്നെ ജോലി, അവരുടെ മറ്റു ബിസിനസ്, ഇതെല്ലാം ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ SC/STയുടെ സാമ്പത്തിക നിലവാരത്തേക്കാൾ ഈ മുന്നോക്ക സമുദായം എന്ന് പറയുന്ന സീറോ മലബാർ സമുദായം അതിനേക്കാൾ താഴ്ന്ന നിലയിലായി. സാധാരണ ഇവിടുത്തെ യൂത്തിൻ്റെ ജോലി, ഒന്നുകിൽ യൂത്ത് പഠിച്ച് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകണു, ജോലി ഇല്ലാത്തതുകൊണ്ട്. കാരണം റിസർവേഷൻ ഇല്ല, സർക്കാർ ജോലി കിട്ടില്ല, പിന്നെ പഠിക്കാനായിട്ട് അഡ്മിഷൻ കിട്ടുന്നില്ല. ആ കൂടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലത്തെ 20% മാനേജ്മെൻറ്റ് കോട്ടയല്ലാതെ. പിന്നെ മക്കളില്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും ജനറൽ മെറിറ്റിൽ പണ്ട് ഏറ്റവും മുന്നിൽ വന്നിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജനറൽ മെറിറ്റിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. നമ്മുടെ സ്ഥാപനങ്ങളിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ടാണ് ഈ ജനറൽ മെറിറ്റിൽ നമ്മൾ കോടികൾ ചിലവാക്കി പഠിപ്പിക്കുന്ന MBBSനും എഞ്ചിനീയറിനും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ സ്ഥാപനങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അവിടേക്ക് നമുക്ക് ആളുകളെ നമ്മുടെ കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. നമ്മളാണെങ്കിൽ എപ്പോൾ തുടങ്ങിയപ്പോഴും ജാതി മതഭേദമന്യേ എല്ലാവരും എടുത്തു. മറ്റു പലവരൊക്കെ അവരുടെ സമുദായത്തിൽപ്പെട്ടവരെയായിരുന്നു. നമ്മളെല്ലാവരും പഠിപ്പിച്ച് വലുതാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പോലും നമ്മുടെ കുട്ടി സമുദായത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു നിയമവ്യവസ്ഥ ഉണ്ടാക്കി. അപ്പോൾ താന്നു പോന്നു. സാമ്പത്തിക സ്ഥിതി, വീടിൻ്റെ വലുപ്പവും, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സ്ഥലം വിറ്റിട്ടുള്ള കമ്മ്യൂണിറ്റി ഏതാ? നമ്മുടേതാ. വീടിൻ്റെ വലിപ്പം എല്ലാവരും വിചാരിക്കും ഏറ്റവും പണക്കാരാണ്. വീടിൻ്റെ വലിപ്പം സർവേ നടത്തിയപ്പോഴാണ് വളരെയേറെ പിന്നിലാണ്. അപ്പോൾ കോശി കമ്മീഷൻ പഠിച്ച് റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഞങ്ങൾ രൂപതയുടെ ഒരു സർവേ നടത്തിയപ്പോഴാണ് കണ്ണ് തുറപ്പിക്കുന്ന റിസൾട്ടാണ്. ഇപ്പോൾ പല രൂപതകളിലെയും സർവേ നടത്തി. മറ്റു പല കമ്മ്യൂണിറ്റിയേക്കാൾ പിന്നോക്കമാണ്. പക്ഷെ ഒരു മുന്നോക്ക സമുദായമാണ്, ഒരു റിസർവേഷൻ ഇല്ല. ന്യൂനപക്ഷത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും സർക്കാരിൻ്റെ ഓർഫനേജ് കൺട്രോൾ ബോർഡ്, ന്യൂനപക്ഷത്തിൻ്റെ കമ്മീഷൻ, ന്യൂനപക്ഷത്തിൻ്റെ മിനിസ്ട്രി, ഇതിലൊക്കെ പേരിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളുടെ പേരിന് ക്രിസ്ത്യാനി വയ്ക്കുന്നു. ബാക്കിയുള്ളതൊക്കെ വേറെ കമ്മ്യൂണിറ്റി അടുത്ത് വയ്ക്കുന്നു. ആനുകൂല്യങ്ങൾ ഇപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് പാവപ്പെട്ടവരെ സഹായിക്കാൻ പ്രോജക്റ്റ് വന്നു, അത് ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് അപേക്ഷകളെല്ലാം ആ ഡേറ്റിന് മുമ്പിൽ മേടിച്ച് വെച്ചിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇന്നൊരു പ്രോജക്റ്റ് ഇതുണ്ട്. ഈ പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ എല്ലാ അപേക്ഷകളും വന്നു, തീരുമാനവും കഴിഞ്ഞു. ഇവിടുന്ന് നമ്മുടെ ആൾക്കാർ അറിയണ പോലും ഇല്ല അപേക്ഷകൾ കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വിവേചനം ശക്തമായി നടക്കുന്നുണ്ട്. കോശി കമ്മീഷനെ അത് അറിയിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ടിൽ വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ.
അതുകൊണ്ടാണ് കമ്മീഷൻ വെക്കണമെന്ന് ഞങ്ങളടക്കം നിർബന്ധമായിട്ട് ആവശ്യപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ക്രിസ്മസ് പാപ്പാമാരെ പങ്കെടുപ്പിച്ച് ലോക റെക്കോർഡിട്ട ബോൺ നത്താലെ, ആ ബോൺ നത്താലെ എന്ന് പറയുന്ന വലിയൊരു ഫെസ്റ്റിവലിൻ്റെ ഉപജ്ഞാതാവാണ്, സ്ഥാപക ഉപജ്ഞാതാവാണ് അഭിവന്ദ്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ്. തൃശ്ശൂർ പൗരാവലിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ലോക റെക്കോർഡിട്ട ഒരു പ്രോഗ്രാമാണ്. എല്ലാ വർഷവും നടക്കുന്നു 27-ാം തീയതി, ഡിസംബർ 27-ന്. ഈ ബോൺ നത്താലയുടെ ഒപ്പം തന്നെ അതൊരു ജീവകാരുണ്യത്തിൻ്റെ ഒരു വലിയൊരു ഘോഷയാത്ര കൂടിയാണ്. ജീവകാരുണ്യത്തിൻ്റെ ഒരു വലിയ സന്ദേശം കൂടി അതിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഒരുപാട് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകി, വിവാഹ സഹായങ്ങൾ നൽകുന്നു, ചികിത്സാ സഹായം നൽകുന്നു, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ നൽകുന്നു. ഈ ബോൺ നത്താലയുടെ ഒരു സങ്കല്പം, അതിൻ്റെ ജീവകാരുണ്യ സങ്കല്പം, അതേക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ബോൺ നത്താല എന്ന വാക്ക് ഇപ്പോൾ തൃശ്ശൂർക്കാർക്ക്, കേരളത്തിന് തന്നെ പരിചയമായി. അതൊരു ഇറ്റാലിയൻ വാക്കാണ്. അതിൻ്റെ അർത്ഥം മെറി ക്രിസ്മസ് എന്നതേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പം എന്ന് തൃശ്ശൂർക്കാർ തുടങ്ങിയതാ, അല്ലാണ്ട് എന്നെ അതിൻ്റെ ഫൗണ്ടർ എന്നൊന്നും പറയണ്ട. തൃശ്ശൂർക്കാർ. ഇതിൻ്റെ കാരണം ഇതാണ്, തൃശ്ശൂർ സാംസ്കാരിക തലസ്ഥാനമാണ്. സാംസ്കാരിക പരിപാടികൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് തൃശ്ശൂരാണ്. പൂരത്തിൻ്റെ നാടാണ്, പുലിക്കളിയുടെ നാടാണ്, പലതരത്തിലെ നാടകങ്ങളുടെ നാടാണ്. അങ്ങനെ ഈ സാംസ്കാരിക തലസ്ഥാനത്തിൽ പലരും തൃശ്ശൂർക്കാർ തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് ഏറ്റവും കൂടുതൽ സാംസ്കാരികതയ്ക്ക് സംഭാവന നൽകിയ ഒരു സമുദായത്തിൻ്റെ സാംസ്കാരിക പരിപാടികളില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു, ഈ യൂറോപ്പിലൊക്കെ ഈ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള കാർണിവൽ പരിപാടി പോലെ നടത്തി. ഞാൻ പറഞ്ഞു അല്ല, ഏറ്റവും നല്ലത് ക്രിസ്മസിന് തന്നെയാണ്. ക്രിസ്മസ് നവവത്സര വേളയിൽ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കേണ്ട സമയമാണ് ഏറ്റവും കൂടുതൽ. അങ്ങനെ ഒരു സമയത്ത് ഒരു സാംസ്കാരിക പരിപാടി ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലത് യേശു ക്രിസ്തുവിൻ്റെ ജനനവേളയിൽ പള്ളിയിൽ ഇഷ്ടംപോലെ പരിപാടികളുണ്ട്, പക്ഷെ അത് മറ്റുള്ളവർക്കില്ല. ഇതിന് ഒരു ബൈബിൾ വാക്യമാണ് ഇതിന് പ്രചോദനമായത്. ലൂക്ക 2:10. ലൂക്ക 2:10 ഇതാണ്, മാലാഖമാർ പാടിയ പാട്ടാണ്. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ജനനം അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള സദ്വാർത്തയല്ല, അത് പണക്കാർക്ക് വേണ്ടി മാത്രമുള്ള സദ്വാർത്തയല്ല, സകല ജനത്തിനും. അപ്പോൾ പള്ളിയിൽ ഈ ക്രിസ്മസ് ആഘോഷമുള്ളപ്പോൾ പുറത്തേക്ക് ഒരു ക്രിസ്മസ് സാംസ്കാരിക പരിപാടി വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഈ ക്രിസ്മസ് പപ്പമാർ എന്ന ആശയം പറഞ്ഞു, ഒരു ഡാൻസും ഒരു സാംസ്കാരിക പരിപാടി, കുറച്ച് പ്ലോട്ട്. അങ്ങനെ 2013 ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ അത് പള്ളിയകത്ത് അച്ഛന്മാരും ക്രിസ്ത്യാനികളും ഒക്കെ മാത്രം മതി, പക്ഷെ പുറത്തേക്ക് നടക്കുമ്പോൾ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ വേണം. അങ്ങനെ മേയറോട് പറഞ്ഞു, തൃശ്ശൂരിന് വലിയൊരു പാരമ്പര്യം മതസൗഹാർദ്ദത്തിൻ്റെ നാടാണ്. പൂരത്തിന് വരുമ്പോൾ ഇതുവരെ മെത്രാനായതിനു ശേഷം എല്ലാ പ്രാവശ്യവും ഞാൻ പൂരത്തിൻ്റെ പരിപാടിക്ക് അവരുടെ ഓഫീസിൽ പോയി റിച്വലിൽ പങ്കെടുക്കില്ല. കാരണം അതെൻ്റെ റിച്വൽ എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അത് ജീവിക്കുകയും പറയുകയും പ്രചരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ അവരുടെ ഈ ഹൈന്ദവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ ആദരിക്കുകയും അവരുടെ ഈ ആഘോഷങ്ങളെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പൂരത്തിന് എല്ലാ പ്രാവശ്യം പോയിട്ടുള്ളത്. ആശംസകൾ നേരും. കാരണം മതസൗഹാർദ്ദത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇതൊരു പള്ളിയകത്ത് വെച്ച് നടക്കുന്നത് മതപരിപാടിയാണ്, ഇതൊരു സാംസ്കാരിക ആഘോഷമാണ്, സകല ജനത്തിനും വേണ്ടിയുള്ളത്. അങ്ങനെയാണ് മേയറും തൃശ്ശൂർ ആർച്ച് ബിഷപ്പും അതിൻ്റെ ചീഫ് പേട്രന്മാരാകുകയും എല്ലാ മതമേലധ്യക്ഷന്മാരും, ഈ മതമേലധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ദേവസ്വം പ്രസിഡന്റുമാർ, ഇമാംമാർ, അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരും, കളക്ടറും ഉദ്യോഗസ്ഥരും, ഇവരെല്ലാവരും കൂടുന്ന ഒരു പൗരസമിതി ഇതിന് നടത്താമെന്നായി. അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ തൃശ്ശൂർ പൗരാവലിയും തൃശ്ശൂർ അതിരൂപതയും കൂടി നടക്കുന്ന ഒരു സാംസ്കാരിക പരിപാടി ക്രിസ്മസോടനുബന്ധിച്ച്. അപ്പോൾ അതിൽ പ്രധാനമായ 2014 അത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഏറ്റവും കൂടുതൽ പപ്പമാർ സംഘടിപ്പിച്ച ഗിന്നസ് വേൾഡ് റെക്കോർഡായി. മനോഹരമായ പ്ലോട്ടുകൾ, ഓരോ വർഷം എന്തെങ്കിലും പുതുതായിട്ടുള്ള സാംസ്കാരിക ആഘോഷമുണ്ട്, പപ്പമാരുണ്ട്, മറ്റു പ്ലോട്ടുകളുണ്ട്, മറ്റു പരിപാടികളുണ്ട്. ഇതിൽ എന്തുകൊണ്ട് ഈ കാരുണ്യ പ്രവൃത്തികൾ, ഈ തൃശ്ശൂരത്തെ സാംസ്കാരിക പരിപാടികളെല്ലാം തന്നെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്, റിലീജിയസ് ഫെസ്റ്റിവലാണ്. പക്ഷേ അത് ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്നവർക്കുള്ളൊരു ഫെസ്റ്റിവലല്ല. പക്ഷെ യേശുവിൻ്റെ ജനനം പറഞ്ഞത് എന്താ, സകല ജനത്തിലും.
അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോൾ അത് പാവപ്പെട്ടവരുടെ ഉപകാരം, വീടില്ലാത്തവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക്, രോഗികളായിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും പരിപാടി നടത്തിയാലോ ഈ ക്രിസ്മസിൻ്റെ ചൈതന്യം ആകുള്ളൂ. അതുകൊണ്ടാണ് ഈ കാരുണ്യത്തിൻ്റെ കൂടി ആഘോഷമായി പൊന്നത്താല് മാറിയത്. അതിൽ ഒരുപാട് പേര് സഹകരിച്ചിട്ടുണ്ട്, ഒത്തിരി വീടുകൾക്ക് കൊണ്ടു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാവരും, ഇത് ഈ കത്തോലിക്കർ മാത്രമല്ല, എല്ലാവരുടെ സഹകരണവും ഇതിലുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കമ്മിറ്റിയിലും എല്ലാവരും ഉണ്ട്. പിതാവേ നന്ദി. വോയിസ് ഓഫ് ചർച്ച് പ്രോഗ്രാമിൽ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. നന്ദി.